ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. ഇത് തന്നെ വിശുദ്ധ മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 സുവിശേഷകന്മാർ ഒരുപോലെ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അയ്യോ കഷ്ടം എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന പ്രധാനപ്പെട്ട സംഗതി. എന്തുകൊണ്ടാണ് കർത്താവ് അയ്യോ കഷ്ടം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള മതം അത് ഒരു ഭാരമല്ല, മറിച്ച് അത് അനുഷ്ഠിക്കും തോറും ആചരിക്കും തോറും ആസ്വാദികരമായ യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ നിയമത്തിന്റെ നൂലാമാലകൾ കൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും അതിനെ ഭാരമുള്ള ചുമടാക്കി തീർത്തപ്പോഴാണ് കർത്താവ് അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നത്. എങ്കിലും കർത്താവ് ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കണം, കാരണം അവർ മോശയുടെ ന്യായപ്രമാണ പീഠത്തിലാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ സന്ദേശമായിട്ട് കർത്താവോട് പറയുന്നത് സ്വയം എല്ലാവരെയും ബഹുമാനിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണ്. തിന്മ ലോകത്തിലുണ്ട് എങ്കിൽ പോലും, എല്ലാവരും ബഹുമാനത്തിന് അർഹരല്ല എങ്കിൽ പോലും അവരുടെ സ്ഥാനത്തെയും മാനത്തെയും ഓർത്ത് നന്മയെ സ്വീകരിപ്പാൻ തക്കോണം, തിന്മയെ മാറ്റി നിർത്തുവാൻ തക്കോണം കഴിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത് സ്വയം പ്രശംസയെ കർത്താവ് വെറുക്കുന്നുണ്ട്. സ്വയം പ്രശംസിക്കുന്നവരാകരുത് എന്നുള്ളതാണ്. കർത്താവ് അവിടെ പറയുന്നുണ്ട്, സ്വയം പ്രശംസിക്കുന്നവനെ കപട ഭക്തരെയും യഹോവയായ ദൈവം വെറുക്കുന്നു എന്നുള്ളത്. പലരും നമ്മൾ ആധുനിക ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 4 ആൾ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി എന്തും ചെയ്യുന്നവരാണ്. അത് നവമാധ്യമങ്ങളിൽ കൂടിയും ഫ്ലെക്സ് ഉയർത്തിയും അല്പം കാശ് മുടക്കിയിട്ടായാലും പ്രശസ്തിക്ക് വേണ്ടി, സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടി പലരും പല വിധത്തിൽ ശ്രമിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് തീർച്ചയായിട്ടും ഇതിനെ വെറുക്കുന്നുണ്ട്. സ്വർണ്ണനാവുകാരനായ വിശുദ്ധ മറിയുവാനിയോസ് മാർക്കസോസ്റ്റം എന്ന് പറയുന്ന പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്: സ്വന്തം നാശത്തിനായിട്ട് സ്വയം പ്രശംസിക്കുന്നവരെ യേശു വിമർശിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും സ്വയം പ്രശംസ, കപടഭക്തി, കപട സദാചാരം ഇതൊക്കെയും യേശു തമ്പുരാൻ വെറുക്കുന്ന ഒന്നാണ്. ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടതായ അതിശ്രേഷ്ഠമായ 2 ഗുണങ്ങളെയാണ് ഇവിടെ ഈ വേദഭാഗത്തിലൂടെ യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഒന്ന്, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മാനിക്കുവാനും ശ്രദ്ധിക്കണം, ശ്രമിക്കണം, പഠിക്കണം, ശീലിക്കണം. രണ്ടാമത്, സ്വയം പ്രശംസിക്കുന്നവരായി തീരരുത്. ഇതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ഒടുവിൽ പറഞ്ഞു വെക്കുന്നു, സ്വയം താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, സ്വയം ഉയർത്തുന്നവനെ താഴ്ത്തുകയും ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.